ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയിൽ ചിക്കൻ കറി വെക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു നാടൻ ചിക്കൻ കറി. അപ്പോൾ അതെങ്ങനെയാണ് വെക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ നാടൻ ചിക്കൻ കറി എങ്ങനെയാണ് വെക്കുന്നത്? ആദ്യമേ എണ്ണ ഒഴിക്കണം. പാത്രം എടുത്ത് വെച്ച് എണ്ണ ഒഴിക്കണം. കരിവേപ്പില ഇടണം. പിന്നെ അതിലോട്ട് സവാള ഇടണം. സവാള എണ്ണയിലിട്ട് കഴിച്ചിട്ട് അതിൽ കുറച്ച് ഉപ്പിടണം. കുറച്ച് നേരം കഴിഞ്ഞിട്ട് അതിന് തക്കാളി വെട്ടിയിടണം. എന്നിട്ട് നല്ലതുപോലെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇത് നല്ല ചാറ് ഉള്ളി നല്ല വിസിലിട്ടെടുക്കണം. അപ്പോഴും നല്ലപോലെ കുഴഞ്ഞു വരും ഇറച്ചിക്കറി. അപ്പോൾ എന്ത് ചെയ്യണം? പിന്നെ അടുത്തത് നമ്മൾ ഇതിനെ മൂടി എടുത്ത് അടച്ച് കുക്കറിലിട്ട് ഒരു 5 വിസിലിടണം. 5 വിസിൽ. അപ്പോഴേക്കും ഇതെല്ലാം നല്ല മൈമയായിട്ടിരിക്കും, കുഴഞ്ഞു വരും. കുറച്ച് പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇതിനകത്ത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തത് നമ്മൾ ഈ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക. വിസിൽ വരുമ്പോഴേക്ക് ഓഫാക്കണം ഗ്യാസ്. കുക്കറിലിട്ട് വേവിച്ച ഉരുളക്കിഴങ്ങ് മാറ്റി വെച്ചിരിക്കുകയാണ് തണുക്കാൻ വേണ്ടി. അതിരുന്ന് തണുക്കട്ടെ. ആ സമയം കൊണ്ട് മുളകൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കും. മുളക് പൊടി ഇട്ടതിന് ശേഷം മല്ലിപ്പൊടി ഇട്ട് മല്ലിപ്പൊടി മുളക് പൊടി എല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി ഇതിലോട്ട് ചിക്കൻ മസാല ഇടുക. ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ച ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് ഇതിലോട്ട് ഇടുകയാണ്. നല്ല മണം വരുന്നില്ലേ? നല്ല മണം വരുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, തിളപ്പിച്ച് വെച്ച ചൂടുവെള്ളം ഒഴിക്കുകയാണ്. ഗരം മസാല ഇടുന്നേ. ഞാൻ എല്ലാം ഒരു കണക്ക് വെച്ച് മൂടിയിലോട്ടാണ് ഇത് ഇടുന്നത്. വേണ്ട, സ്പൂണൊന്നും എടുത്തിട്ടില്ല, മൂടിയിലാണ് എടുത്ത് തട്ടിയിടുന്നത്. ഇനി ഇത് തിളക്കുകയാണ്. കറി നല്ലപോലെ തിളക്കുകയാണ്. തിളച്ച് വന്ന ഗ്രേവിയിൽ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. പൊരിച്ച ചിക്കൻ സ്പൂൺ വെച്ചാണ്. ശേഷം ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ഇട്ടതിന് ശേഷം അതിലോട്ട് മസാലയൊക്കെ ചേർത്ത് അതിനുശേഷം നമ്മൾ ഈ പൊരിച്ച് വെച്ച ചിക്കൻ എടുത്തിട്ട് ഇനി നമ്മൾ അടച്ചു കൊടുക്കുകയാണ്. ഉപ്പിടുന്നേ. ഉപ്പ് കുറച്ചിടണം ഇടാൻ വേണ്ടി. കാരണം ചിക്കൻ എപ്പോഴും നമ്മൾ കറി ഗ്രേവി ഇങ്ങനെ പറ്റി വരുമ്പോൾ അല്ലെങ്കിൽ ഉപ്പ് കൂടി പോകും. അപ്പം നമ്മൾ ആദ്യമേ കുറച്ച് ഉപ്പ് വേണം ഇടാൻ വേണ്ടി. ലാസ്റ്റ് നോക്കിയിട്ട് പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇടാം. ഈ ചിക്കനിലോട്ട് കുറച്ച് മല്ലിയില, ശകലം പുതിനയില ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ലാസ്റ്റിൽ ഉരുളക്കിഴങ്ങെന്ന് നമ്മൾ മിക്സിയിൽ വെച്ച് ആട്ടി ഒഴിച്ച് കൊടുക്കണം. അപ്പോഴേക്ക് നല്ല ഗ്രേവിയൊക്കെ നല്ല കുഴഞ്ഞ് ഇതിലോട്ട് വരും. ഈ ചിക്കൻ കറിയിലോട്ട് ഞാൻ ആട്ടി ഉരുളക്കിഴങ്ങ് പേസ്റ്റ് ഒഴിക്കുകയാണ്. അതിനുശേഷം സ്പൂൺ എടുത്ത് ഇതൊന്ന് കലക്കി കൊടുക്കുകയാണ്. ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോഴേ ഞാൻ ഒരു പീസും ഈ ഇതൊന്ന് ചാറുമായിട്ട് വെക്കുന്നുണ്ട്. എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കണേ. നോക്കിക്കേ. അങ്ങനെ ഗൈസ്, നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വേറൊരു ടേസ്റ്റ്. സാധാ നമ്മൾ കഴിക്കുന്നത് പോലെയല്ല, അതിനേക്കാളും വെറൈറ്റി ഒരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ മെഡാൻഡി ഉണ്ടാക്കി തന്ന ചിക്കൻ കറിയാണ്. വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ മെഡാൻഡിയുടെ ചിക്കൻ കറി എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ കറി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.